ഇന്ന് നമ്മൾ പോകുന്നത് ലിഷ്ടെൻസ്റ്റൈനിലേക്കാണ്. സൂറിക്കിൽ നിന്ന് ലിഷ്ടെൻസ്റ്റൈൻ്റെ തലസ്ഥാനമായ വാഡൂസിലേക്ക് 110 കിലോമീറ്ററാണ്. പോകുന്ന വഴി വളരെ പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ലിഷ്ടെൻസ്റ്റൈനിൽ നിന്ന് വഡൂസിലേക്ക് കാറിൽ പോകുമ്പോൾ ഏകദേശം 2 മണിക്കൂർ സമയമെടുക്കും. പോകുന്ന വഴിയെ ലിഷ്ടെൻസ്റ്റൈനെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ലിഷ്ടെൻസ്റ്റൈൻ മധ്യ യൂറോപ്പിലെ ഒരു ചെറിയ കരയാൽ ചുറ്റപ്പെട്ട രാജ്യമാണ്. പടിഞ്ഞാറും തെക്കും സ്വിറ്റ്സർലൻഡും കിഴക്ക് ഓസ്ട്രിയയും അതിർത്തി പങ്കിടുന്നു. ഇത് പൂർണ്ണമായും ആൽപ്സിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഇത് ലോകത്തിലെ ഏറ്റവും പർവ്വതനിരകളുള്ള രാജ്യങ്ങളിൽ ഒന്നായി മാറുന്നു. റൈൻ നദീതീരത്ത് പടിഞ്ഞാറൻ അതിർത്തിയിലൂടെ ഒഴുകുന്നതാണ് റൈൻ നദി. ഇത് ലോകത്തിലെ 6ാമത്തെ ചെറിയ രാജ്യമാണ് ലിഷ്ടെൻസ്റ്റൈൻ. ലിഷ്ടെൻസ്റ്റൈൻ്റെ പ്രധാന പട്ടണങ്ങൾ ഇവയാണ്: വഡൂസ്, രാജകുടുംബം, മ്യൂസിയങ്ങൾ, ഐക്കോണിക് വഡൂസ് കോട്ട എന്നിവ സ്ഥിതി ചെയ്യുന്ന തലസ്ഥാനവും സാംസ്കാരിക കേന്ദ്രവുമാണ് വഡൂസ്. 2. ഷാൻ, ലിഷ്ടെൻസ്റ്റൈൻ്റെ ഏറ്റവും വലിയ മുനിസിപ്പാലിറ്റിയെയും സാമ്പത്തിക കേന്ദ്രവുമാണ് ഷാൻ. 2024 കണക്കനുസരിച്ച് 40,000 ജനങ്ങളാണ് ഈ രാജ്യത്തിൽ താമസിക്കുന്നത്. സ്വിസ്, ഓസ്ട്രിയൻ, മറ്റ് യൂറോപ്യൻ വംശജർ എന്നിവരടങ്ങുന്നതാണ് ഇവിടുത്തെ ജനസംഖ്യ. ഒരു രാജകുമാരൻ നയിക്കുന്ന ഭരണഘടനാപരമായ രാജവാഴ്ചയാണ് ഇവിടെ ഉള്ളത്. ആധുനിക ജനാധിപത്യത്തെ രാജവാഴ്ച പാരമ്പര്യവുമായി സംയോജിപ്പിക്കുന്നു ഇവിടെ. ലിഷ്ടെൻസ്റ്റൈനിൽ 11 മുനിസിപ്പാലിറ്റികളായി തിരിച്ചിരിക്കുന്നു. ഓരോന്നിനും പ്രാദേശിക ഭരണവുമുണ്ട്. വളരെ ചെറിയ രാജ്യമാണെങ്കിലും ലിഷ്ടെൻസ്റ്റൈന് വളരെ വികസിതവും സമ്പന്നവുമായ ഒരു സമ്പദ് വ്യവസ്ഥയുണ്ട്. പ്രധാന വ്യവസായങ്ങളിൽ സാമ്പത്തിക സേവനങ്ങൾ, ഉൽപ്പാദനം, ടൂറിസം എന്നിവ ഉൾപ്പെടുന്നു. അന്താരാഷ്ട്ര ബിസിനസ്സുകളെയും സമ്പന്ന വ്യക്തികളെയും ആകർഷിക്കുന്ന ഒരു നികുതി സങ്കേതമായി ലിഷ്ടെൻസ്റ്റൈൻ അറിയപ്പെടുന്നു. ലിഷ്ടെൻസ്റ്റൈൻ്റെ കറൻസി സ്വിസ് ഫ്രാങ്ക് ആണ്. തൊഴിലില്ലായ്മ നിരക്ക് 0-ന്. ആഗോളതലത്തിൽ ഏറ്റവും താഴ്ന്ന ഒന്നാണ് ഇത്. ഇവിടുത്തെ ഔദ്യോഗിക ഭാഷ ജർമ്മനാണ്. ഇതിനു പുറമെ അൽമാനിക് ഭാഷയും സംസാരിക്കുന്നു. ഈ രാജ്യത്തിൻ്റെ തൊഴിലില്ലായ്മ നിരക്ക് 0-ന് അടുത്താണ്. ആഗോളതലത്തിൽ ഏറ്റവും താഴ്ന്ന ഒന്നാണ് ഇത്. 11 മുനിസിപ്പാലിറ്റികളെയും ഉൾക്കൊള്ളുന്ന 75 കിലോമീറ്റർ വിസ്തീർണമുള്ള സ്ഥലം രാജ്യത്തിൻ്റെ പ്രകൃതിദത്തവും സാംസ്കാരികവുമായ ലാൻഡ്മാർക്കുകളിലൂടെ ആഴത്തിലൂടെ അനുഭവം പ്രദാനം ചെയ്യുന്നു. പാചകരീതി. ലിഷ്ടെൻസ്റ്റൈൻ്റെ പാചകരീതി സ്വിസ്, ഓസ്ട്രിയൻ, ജർമ്മൻ രുചികൾ സംയോജിപ്പിച്ച് ഹൃദ്യമായ ആൽപൈൻ വിഭവങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പരമ്പരാഗത വിഭവങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു: 1. കാസനോഫൈൽ, പലപ്പോഴും വറുത്ത ഉള്ളി ഉപയോഗിച്ച് വിളമ്പുന്ന ചീസി പാസ്തയുടെ ഒരു പ്രാദേശിക പതിപ്പ്. റിബൽ, പോളണ്ടയ്ക്ക് സമാനമായ ഒരു കോൺമീൽ വിഭവം, പലപ്പോഴും കമ്പോട്ടിനൊപ്പം വിളമ്പുന്നു. 3. ഹഫലാബ്, പാൽപ്പൊടി, ചോളപ്പൊടി, സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നിവ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു സൂപ്പ്. ഇതിനു പുറമെ സ്വിസ് ചോക്ലേറ്റും പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന വൈനുകളും ജനപ്രിയമാണ്.
ലിechtenstein ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം വാഗ്ദാനം ചെയ്യുന്നു. നിരവധി വിദ്യാർത്ഥികൾ സ്വിറ്റ്സർലൻഡിലോ ഓസ്ട്രിയയിലോ ഉന്നത വിദ്യാഭ്യാസം നേടുന്നു. ലിechtensteinൽ വിമാനത്താവളമില്ല. ഏറ്റവും അടുത്തുള്ള അന്താരാഷ്ട്ര വിമാനത്താവളമാണ് സൂറിക്, സ്വിറ്റ്സർലൻഡിലെ സൂറിക്. അതേപോലെ ജർമ്മനിയിലെ ഫ്രീഡിഷാപ്പൻ എന്ന സ്ഥലത്തുള്ള എയർപോർട്ടും അടുത്താണ്. എല്ലാ മുനിസിപ്പാലിറ്റികളെയും സമീപത്തുള്ള സ്വിസ് പട്ടണങ്ങളെയും ബന്ധിപ്പിക്കുന്ന ബസ്സുകൾ പൊതുഗതാഗതത്തിൽ ഉൾപ്പെടുന്നു. സ്വിറ്റ്സർലൻഡിലെ സൂറിക്കിൽ നിന്നും ഓസ്ട്രേലിയയിലെ ഇൻസ്ബ്രൂക്കിൽ നിന്നും ലിechtensteinലേക്ക് എളുപ്പത്തിൽ ട്രെയിൻ ഉപയോഗിച്ച് എത്തിച്ചേരാൻ സാധിക്കുന്നു. ലിechtensteinനെ സംബന്ധിച്ചിടത്തോളം ചില രസകരമായ വസ്തുതകൾ ഉണ്ട്. 1. ലിechtenstein ഇരട്ടി കരയാൽ ചുറ്റപ്പെട്ട ഒരു രാജ്യമാണ്. അതായത് മറ്റ് കരയാൽ ചുറ്റപ്പെട്ട് മറ്റു രാജ്യങ്ങൾ സ്വിറ്റ്സർലൻഡ്, ഓസ്ട്രിയ അവിടെ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഇത് ഒന്ന് കൂടുതലായി വിശദീകരിക്കാം. അതായത് സ്വിറ്റ്സർലൻഡും ഓസ്ട്രിയയും കരയാൽ ചുറ്റപ്പെട്ട രാജ്യങ്ങളാണ്. അങ്ങനെയുള്ള ഈ രണ്ട് രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട രാജ്യമാണ് ലിechtenstein. ഇൻ ഇംഗ്ലീഷ്, ലിechtenstein is a double-locked country. That means Switzerland and Austria are landlocked countries because they don't have sea. And Liechtenstein is surrounded by Switzerland and Austria. ഇതിനെയാണ് ഡബിൾ ലാൻഡ് ലോക്ക്ഡ് കൺട്രി എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളിൽ ഒന്നാണ് ഇത്. കുറ്റകൃത്യങ്ങളുടെ നിരക്ക് വളരെ കുറവാണ്. ലിechtensteinന് സൈന്യമില്ല. സ്വിറ്റ്സർലാൻഡാണ് അതിൻ്റെ പ്രതിരോധത്തിന് ഉത്തരവാദി. നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് രാജ്യം മുഴുവൻ നടക്കാനോ സൈക്കിൾ ചവിട്ടുവാനോ കഴിയും. ലിechtenstein ദേശീയ ദിനം വാർഡോസ്കോട്ടിൽ ഗംഭീരമായ സ്വീകരണവും വെടിക്കെട്ടും നടത്തി ആഘോഷിക്കുന്നു. ലിechtensteinൻ്റെ ഒരു പ്രദർശനമാണ് വൈൻ ഫെസ്റ്റിവൽ. പർവ്വതനിരകൾ ധാരാളം ഉണ്ടായിരുന്നിട്ടും ലിechtensteinൻ്റെ കാലാവസ്ഥ താരതമ്യേന സൗമ്യമാണ്. ലിechtensteinലെ ഏറ്റവും നീളമേറിയതും വലുതുമായ നദിയാണ് റൈൻ. ഏകദേശം 27 കിലോമീറ്റർ നീളമുണ്ട്. സ്വിറ്റ്സർലാൻഡുമായുള്ള സ്വാഭാവിക അതിർത്തിയെ പ്രതിനിധീകരിക്കുന്ന ഇത് ലിechtensteinൻ്റെ ജലവിതരണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കൂടാതെ ജനങ്ങൾക്ക് ഒരു പ്രധാന വിനോദ മേഖലയാണ് റൈൻ. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പ്രധാനമായും ഉപയോഗിക്കുന്നത് മറ്റ് കൃത്രിമമായ സൃഷ്ടിച്ച തടാകങ്ങളുണ്ട്. അതിലൊന്നാണ് ലിechtensteinലെ ഏറ്റവും വലിയ തടാകമായ സ്റ്റൈഗ് റിസർവോയർ. ഈ രാജ്യത്തിൻ്റെ പകുതിയോളം സ്ഥലം പർവ്വത പ്രദേശങ്ങളാണ്. മൊത്തത്തിൽ കുറഞ്ഞത് 2000 മീറ്റർ ഉയരമുള്ള 32 പർവ്വതങ്ങൾ ലിechtensteinൽ ഉണ്ട്. ഈ രാജ്യം സ്വിറ്റ്സർലാൻഡുമായി ഒരു കസ്റ്റംസ് യൂണിയനിൽ പങ്കെടുക്കുകയും ദേശീയ കറൻസിയായി സ്വിസ് ഫ്രാങ്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നു. വ്യവസായങ്ങളിൽ ഇലക്ട്രോണിക്സ്, തുണിത്തരങ്ങൾ, ഇൻസ്ട്രുമെൻറ്റേഷൻ, ലോഹനിർമ്മാണം, പവർ ടൂളുകൾ, ആങ്കർ ബോട്ടുകൾ, കാൽക്കുലേറ്ററുകൾ, ഫാർമസ്യൂട്ടിക്കൽസ്, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. 1923 മുതൽ ലിechtensteinനും സ്വിറ്റ്സർലൻഡും തമ്മിൽ അതിർത്തി നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. ടൂറിസം. ഈ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ വലിയൊരു ഭാഗം ടൂറിസമാണ്. 2021 ഏകദേശം 80,000 വിനോദസഞ്ചാരികൾ ഉണ്ടായിരുന്നു.
കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിനോദസഞ്ചാരികളുടെ എണ്ണം പ്രതിവർഷം ഏകദേശം 60,000 മുതൽ 1,00,000 വരെ ആയിരുന്നു. ലിechtensteinമാരുടെ ശരാശരി ആയുർദൈർഘ്യം 82 വർഷമാണ്. ഇത് പുരുഷന്മാർ 79.8 വയസ്സ്, സ്ത്രീകൾ 84.8 വയസ്സ് എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. ശിശു മരണനിരക്ക് 1000 ജനങ്ങൾക്ക് 4.2 ആണ്. എല്ലാ മതങ്ങളുടെയും അനുയായികൾക്ക് ലിechtenstein സംരക്ഷണം നൽകുന്നു. കൂടാതെ ജനങ്ങളുടെ മതതാൽപര്യങ്ങൾ സർക്കാരിൻ്റെ മുൻഗണനയായി കണക്കാക്കുന്നു. ഈ രാജ്യത്തെ സാക്ഷരതാ നിരക്ക് 100%. ലിechtensteinനുള്ളിൽ ഏകദേശം 250 കിലോമീറ്റർ ടാർ ചെയ്ത റോഡുണ്ട്. 90 കിലോമീറ്റർ അടയാളപ്പെടുത്തിയ സൈക്കിൾ പാതകളുണ്ട്. ഈ രാജ്യത്തിൻ്റെ ഏക റെയിൽവേ ലൈൻ ഫെൽഡിർക്ക് ബുക്സ് റെയിൽവേയാണ്. ഏറ്റവും അടുത്തുള്ള വലിയ വിമാനത്താവളം സൂറിക് വിമാനത്താവളമാണ്. ഏറ്റവും വലിയ മ്യൂസിയം ക്യൂൻസ് മ്യൂസിയം ആണ്. അന്താരാഷ്ട്ര കലാശേഖരമുള്ള ആധുനികവും സമകാലികവുമായ കലകളുടെ ഒരു അന്താരാഷ്ട്ര മ്യൂസിയമാണ് ഇത്. പ്രശസ്തമായ ചരിത്ര സ്ഥലങ്ങളിൽ വാഡൂസ് കാസിൽ, ഗുട്ടൻബർഗ് കാസിൽ എന്നിവ ഉൾപ്പെടുന്നു. ഒരു ആൽപൈൻ രാജ്യമെന്ന നിലയിൽ ലിechtensteinമാർക്ക് മികവ് പുലർത്താനുള്ള പ്രധാന കായിക അവസരം ഡൗൺഹിൽ സ്കീയിങ് ആണ്. ഇതിനു പുറമെ മോട്ടോർ സ്പോർട്സാണ് വളരെ പ്രചാരത്തിലുള്ള മറ്റൊരു സംഗതി. രാജ്യത്തിനുള്ളിൽ ക്രമസമാധാനം നിലനിർത്തുന്നതിന് ലിechtenstein നാഷണൽ പോലീസ് ഉത്തരവാദിയാണ്. ഇതിൽ 87 ഫീൽഡ് ഓഫീസർമാരും 38 സിവിലിയൻ ജീവനക്കാരും ഉൾപ്പെടുന്നു. ആകെ 125 ജീവനക്കാരുണ്ട്. എല്ലാ ഓഫീസർമാരും ചെറിയ ആയുധങ്ങൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ കുറ്റകൃത്യ നിരക്കുകളിൽ ഒന്നാണിത്. ഇവിടെ ജയിലിൽ ഉള്ള തടവുകാരുടെ എണ്ണം വളരെ കുറവാണ്. 2 വർഷത്തിൽ കൂടുതൽ തടവ് അനുഭവിക്കുന്നവരെ ഓസ്ട്രിയൻ അധികാര പരിധിയിലേക്ക് മാറ്റുന്നു. ലിechtenstein നിഷ്പക്ഷതയുടെ നയം പിന്തുടരുന്നു. കൂടാതെ സൈന്യം നിലനിർത്താതെ ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ഇത്. അങ്ങനെ ഞങ്ങൾ ഏകദേശം 2 മണിക്കൂർ നേരം കാറിൽ സഞ്ചരിച്ച ശേഷം വാഡൂസിലെത്തി. വാഡൂസിനെ കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.